ഡെർമ പെൻസ് പറ്റി കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ഏഗ്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? ഇത് ഡെർമ പെൻസ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു സെയിം പ്രിൻസിപ്പിളാണ്. ഈ മൈക്രോ നീഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമുക്ക് ആക്നെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇൻഫ്ലമേഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൊളാജൻ അവിടെ ഡെപ്പോസിറ്റ് ആകുന്നത് ഒരു പ്രോപ്പർ ഫാഷനിലായിരിക്കത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് അവിടെ സ്കാർ ആകുന്നത്. നമ്മൾ ഈ ഡെർമ പെൻ ഉപയോഗിച്ച് ചെയ്യുന്നത് വളരെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൈസുള്ള നീഡിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടാമത് റീമോഡലിംഗ് എന്ന് പറയും. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കൊളാജൻസ്, അതായത് ആ കൊളാജൻസ് മാറിയിട്ട് നമുക്ക് പ്രോപ്പർ ആ ഒരു അതിൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെ കൊളാജൻ റീമോഡൽ ചെയ്യപ്പെടുക, രണ്ടാമത് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മെയിൻലി ഇപ്പോൾ ഒരു സ്കാറിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ആണോ ഡെർമ പെൻ? യെസ്, അതൊരു സ്കാർ നമ്മൾ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനും അതൊന്ന് റീഅലൈൻ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഡെർമ പെൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആദ്യത്തെ സ്റ്റേജുകളിലൊന്നും ഇതിന് യാതൊരു യൂസും ഇല്ല അല്ലേ? ആദ്യത്തെ സ്റ്റേജുകളിൽ നമ്മൾക്കിതിന് യൂസ് വരുന്നത് നമ്മൾക്ക് ചിലപ്പോൾ ഇപ്പോൾ മെഡിസിൻ ഒരാൾക്ക് ഉപയോഗിക്കേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആൾക്ക് നമ്മൾക്ക് ഈ നമ്മളുടെ നമ്മൾ തേക്കുന്ന മരുന്നുകൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അത് ഒത്തിരി ഡീപ്പായിട്ട് പോകത്തില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രത്യേക കണ്ടീഷനുകളിൽ നമ്മൾ അവർക്ക് ഈ ഡെർമ പെൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ സുഷിരങ്ങളാണ് ഉണ്ടാകുന്നത്. ചെറിയ ചാനലുകൾ ഉണ്ടാവുകയാണ് അവിടെ. അപ്പോൾ അതിലൂടെ നമ്മൾക്ക് ചില സീറംസ് നമുക്ക് ടോപ്പിക്കലി കുറച്ച് ഡീപ്പായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അതിന് റിങ്കിൾസ്, നമുക്ക് ഇത് ഡെർമ പെൻ തന്നെ നമുക്ക് ഇത് ആക്നെയുമായിട്ട് ബന്ധപ്പെട്ടല്ല എങ്കിലും റിങ്കിൾസ് റിഡക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ആൻറ്റി ഏജിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്.